വാ. അമ്മ നിൽക്കുന്നു. അമ്മ എവിടെ നിൽക്കുന്നു? നിനക്ക് നീ പേടിക്കാതെ ഇങ്ങോട്ട് വാ. ചേട്ടൻ മറക്കുന്നോ? അത് വിറയ്ക്കുന്നതല്ലെന്ന് ധൈര്യം കൂടുമ്പോൾ അങ്ങനെ ഉണ്ടാവും. രേഷ്മേ, നീ ഒന്നും പേടിക്കണ്ട. എൻ്റെ വീട്ടിൽ ഞാൻ പറയുന്നതിനപ്പുറമില്ല. നീ ധൈര്യമായിട്ട് നിന്നാൽ മതി കേട്ടോ. നിന്റെ കാര്യം എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പെങ്ങളുണ്ട്, അവരാരും ഒരു പ്രശ്നവുമില്ല കേട്ടോ. നീ ധൈര്യമായിട്ട് അങ്ങ് കയറി അങ്ങ് വന്നാൽ മതി കേട്ടോ. അമ്മ എവിടെ നിൽക്കുന്നു? കുഴപ്പമില്ല, അമ്മയോട് ഉണ്ട് കേട്ടോ. ഏതാടാ കൊച്ചു? പിന്നെ ചേട്ടല്ലേ പറഞ്ഞെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നല്ല. എന്താ മുറുവർത്താണ്ടിരിക്കുന്നേ? പ്രാളപ്പെടാതെ രേഷ്മേ, ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കുഴപ്പമില്ലെന്ന് ഇവിടെ. നീ ഇവിടെ കയറ. മോളെ ഗിരിജേ. മോളെ ഗിരിജയോ? ഡാഡി ഗിരിജാന്നല്ലോ വിളിക്കുന്നത്. ഈ സിറ്റുവേഷനിൽ തന്നെ നീ കൗണ്ടർ അടിക്കണം കേട്ടോ. എന്തോ അമ്മേ? ആങ്ങളെ ഒരു കൊച്ചിനെയും കൊണ്ട് വന്നു. ഇതെന്തുവാടാ സാറ്റ് കളിക്കുന്നോ? വേറെ കൊച്ച് വേണ്ടേ? ഈ അമ്മയല്ലേ എപ്പോഴും പറയുന്നത് 10-36 വയസ്സായില്ലോടാ, എവിടെ നിന്നെങ്കിലും ഒരു കൊച്ചിനെ വിളിച്ചോണ്ട് വരാനെന്ന്. എന്നിട്ട് ഇപ്പൊ എന്തോ അങ്ങനെ പറയുന്നേ? ഓ, അമ്മ പറയുന്ന അതേപടി കേൾക്കുന്ന ഒരു മോൻ. നീ അങ്ങോട്ട് മാറിയുന്നേ, ആ കൊച്ചിനെ ഒന്ന് കാണട്ടെ. കൊച്ചേ ഇങ്ങോട്ട് വന്നേ. ഞാൻ പറഞ്ഞില്ലേ കുഴപ്പമൊന്നുമില്ലെന്ന്. വലത്തേക്കാലം വെച്ചല്ലേ കയറണ്ടേ? നിന്റെ 2 കാലും ഇങ്ങോട്ടോട്ട് വെച്ചേക്കരുത്. കൊച്ചിങ്ങോട്ട് കയറുക. മോനിക്ക് വന്നേ, ഇവിടെ ഇരി. മോളെ, നിന്റെ വീട് എവിടാ? കുളനടയല്ലേ? കുളനട. നിനക്ക് എത്ര കാലമായിട്ട് ഇവനെ അറിയാം? 5 വർഷമോ? അല്ല. പിന്നെ 5 മാസമോ? അല്ല, 5 ദിവസം. 5 ദിവസവും? 5 ദിവസം കൊണ്ട് പരിചയപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോന്ന്. സോഷ്യൽ മീഡിയ ഞങ്ങൾ ഡുവേറ്റ് ചെയ്തായിരുന്നു, അങ്ങനെ പരിചയത്തിലായത്. അല്ലേട്ട എന്നെ പൊന്നു പോലാക്കാന്ന് പറഞ്ഞില്ലയോ? അവന്റെ ഒരു നാണം കണ്ടില്ലേ? നീ എന്താ കണ്ടോണ്ടാ കൊച്ചേ ഈ വായി നോക്കിയിട്ട് ഇവിടെ ഇറങ്ങി പോകുന്നത്? മോളെ, നിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും പിന്നെ ചേച്ചിയുണ്ട്. ചേച്ചി കല്യാണം കഴിഞ്ഞ. ചേച്ചി കല്യാണം കഴിച്ചു കിട്ടും. അച്ഛൻ എന്തോ ജോലി? അച്ഛൻ BSNL. എന്നിട്ടാണോ ഇതെല്ലാം കളഞ്ഞിട്ട് ഈ വേലയും കൂലിയും ഇല്ലാത്ത ഒരുത്തൻ്റെ കൂടെ നീ ഇറങ്ങി വന്നത്? നിനക്ക് ഇവന്റെ കാര്യം വല്ലതും അറിയാമോ? ഈ പാവം പിടിച്ച അമ്മയുടെ പെൻഷൻ കൊണ്ടായവൻ നീ ജീവിക്കുന്നത്. ഇവിടെ ഇരുന്ന് ഈ പെൻഷനും പറ്റി മൊബൈലും കളിച്ചുകൊണ്ട് ഇരിക്കുവാ ഇവന്റെ ജോലി. നീ നേരെ സന്ധ്യാവുന്നതിന് മുന്നേ നീ വീട്ടിൽ പോ. ചേട്ടൻ പറഞ്ഞല്ലോ ഇവിടെ എല്ലാം നല്ല സെറ്റപ്പാ, അമ്മയ്ക്കും ചേച്ചിക്കും നല്ല സ്നേഹമാ, എല്ലാം പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടാ വന്നത് അല്ലേ? വേണ്ടേ, കൈ വീശി വന്നവളല്ല. ഇതിന്റെ ബാഗിനകത്തുണ്ട് എല്ലാ സാധനം. ബാഗിനകത്ത് എന്തോ? ആധാർ സർട്ടിഫിക്കറ്റ്. അതെന്തിന്? ചേട്ടൻ പറഞ്ഞ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആധാർ സർട്ടിഫിക്കറ്റും വേണമെന്ന്. എൻ്റെ കൊച്ചെ, നീ പോയി PSC വല്ല രജിസ്ട്രേഷൻ ചെയ്യാൻ നോക്ക്. എന്നിട്ട് വല്ല ജോലി കിട്ടുമോ നോക്ക്. രജിസ്ട്രേഷൻ. ലക്ഷ്മി, നീ എവിടെ പോവാ? ഓ, കഷ്ടപ്പെട്ട് വളച്ച് ഞാൻ കൊണ്ടുവന്നതാ. വേണ്ടേ, ഇന്ന് നീ ചെയ്തിരിക്കട്ടെ. ഇനി മേലിൽ ഇത് ആവർത്തിച്ചേക്കരുത്. വേണ്ടേ, ഞാനിവിടെ പെണ്ണ് കിട്ടാതെ ഇവിടെ നിന്ന് പോത്തേ ഉള്ളു. അബദ്ധത്തിൽ ചാടിയനെ.